ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പവർ പോയിന്റ് ട്യൂട്ടോറിയൽ സീരീസിലെ അവസാനത്തെ പാർട്ടായ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 4 കണ്ടിട്ടില്ലാത്തവർ ഈ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് 4 കാണേണ്ടതാണ്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. പാർട്ട് 4ൽ നമ്മൾ ഈ കാണുന്ന ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ പാർട്ട് 5ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങാം. നമ്മുടെ പ്രസൻറ്റേഷനിൽ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ഗ്രാഫ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം നോക്കാൻ പോകുന്നത്. ഗ്രാഫ് ആഡ് ചെയ്യാൻ വേണ്ടി 2 വഴികളുണ്ട്. ഒന്ന്, പവർ പോയിന്റിൽ തന്നെ ഗ്രാഫ് ആഡ് ചെയ്യാവുന്നതാണ്. 2, എക്സലിൽ ക്രിയേറ്റ് ചെയ്ത ഗ്രാഫ് പവർ പോയിന്റിലേക്ക് ആഡ് ചെയ്യുന്നത്. പവർ പോയിന്റിൽ തന്നെ ഗ്രാഫ് ആഡ് ചെയ്യാൻ ഇൻസേർട്ട് ടാബിൽ പോയി ചാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആകും. ഇതിൽ പലതരത്തിലുള്ള ഗ്രാഫ്സ് കാണാൻ സാധിക്കും. പൈ ചാർട്ട്സ്, ലൈൻ ഗ്രാഫ്സ്, ബാർ ഗ്രാഫ്സ് തുടങ്ങി ഒരുപാടുണ്ട്. ഓരോ ഗ്രാഫ് ടൈപ്പിലും ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റൈൽസും അവൈലബിൾ ആണ്. ദേ ബാർ ഗ്രാഫിന് അവൈലബിൾ ആയ സ്റ്റൈൽസ് കണ്ടോ? നമുക്ക് തൽക്കാലം ഒരു പൈ ചാർട്ട് ആഡ് ചെയ്യാം. ആഡ് ആകുമ്പോൾ തന്നെ പൈ ചാർട്ടിൻ്റെ ഡേറ്റ ആഡ് ചെയ്യാനുള്ളൊരു എക്സൽ വിൻഡോ കൂടി ഓപ്പൺ ആകും. അതിൽ നമുക്ക് പൈ ചാർട്ടിലെ ഓരോ ഡിവിഷൻ്റെയും പെർസെൻറ്റേജ്, ക്വാണ്ടിറ്റി, ഡിവിഷൻ്റെ നെയിം ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഓൾറെഡി ഡേറ്റയുള്ള ഒരു എക്സലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതിയാകും. ഞാനിപ്പം ക്വാണ്ടിറ്റി ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കാം. കണ്ടോ? ക്വാണ്ടിറ്റി ചേഞ്ച് ആകുന്നതനുസരിച്ച് ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് 4 ഡിവിഷൻ ആയിരുന്നു ഉള്ളത്. ഇനി അത് കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലോ ഈ കളേർഡ് ബോർഡറിൻ്റെ കോർണർ ഡ്രാഗ് ചെയ്താൽ മതി. ആ ബോർഡറിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ ആയിരിക്കും ഗ്രാഫിൽ യൂസ് ചെയ്യുക. ഞാനിപ്പം ഒരു ഡിവിഷൻ കൂടി കൂട്ടാൻ താഴേക്ക് ഡ്രാഗ് ചെയ്തു. ഇനി പുതുതായി കളേർഡ് സോണിൽ ആഡ് ആയ സെല്ലിന് എന്തെങ്കിലും ക്വാണ്ടിറ്റി കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ? ഒരു ഡിവിഷൻ കൂടി ആഡ് ആയത്. ഈ ടെക്നിക് ബാർ ഗ്രാഫ്, ലൈൻ ഗ്രാഫ് തുടങ്ങിയവയിലും ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാനും ഒഴിവാക്കാനും യൂസ് ചെയ്യാം. ഇനി ഗ്രാഫിൻ്റെ ഫോർമാറ്റ് ഓപ്ഷൻസ് നോക്കിയാൽ മെയിനായിട്ട് ഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം വരുന്ന ഈ ഡിസൈൻ ടാബിൽ ചാർട്ട് സ്റ്റൈൽസ് കാണാൻ സാധിക്കും. അവിടുന്ന് നമുക്ക് പലതരം സ്റ്റൈൽസ് അവൈലബിൾ ആണ്. ഇനി കളർ കോമ്പിനേഷൻ മാറ്റാൻ ഇവിടെ ഒരു ചേഞ്ച് കളർ ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കണമെങ്കിൽ ഓരോ ഡിവിഷനും പ്രത്യേകം സെലക്ട് ചെയ്ത് ഷേപ്സിൽ ചെയ്ത പോലെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ആഡ് ചാർട്ട് എലമെന്റ്സ് ഓപ്ഷൻസ് കണ്ടോ? ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു ഓപ്ഷനാണ്. ഗ്രാഫിൽ ടൈറ്റിൽ, ഡേറ്റ ലേബൽ, ലെജൻഡ്സ് ഒക്കെ ആഡ് ചെയ്യാനും അത് പല പൊസിഷനിൽ ആഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി ഈ ആഡ് ചെയ്യുന്ന ടൈറ്റിൽ, ലെജൻഡ്സിൻ്റെയൊക്കെ ഫോണ്ട് ഫോർമാറ്റ് ചെയ്യാൻ ആദ്യം അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്ത പോലെ ഹോം ടാബിലുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്ത് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ? ഈ എക്സലിൽ ഓൾറെഡി ഉള്ള ഒരു ഗ്രാഫ് പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പേസ്റ്റ് ചെയ്യാൻ Ctrl+V യൂസ് ചെയ്യാതെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഓപ്ഷൻസ് നോക്കിയാൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ എംബഡ് ചെയ്യണോ ലിങ്ക് ചെയ്യണോ എന്നാണ്. എംബഡ് ചെയ്താൽ നമ്മുടെ സോഴ്സ് എക്സൽ ഫയൽ ഡിലീറ്റ് ചെയ്താലും ഗ്രാഫിനൊന്നും പറ്റുകയില്ല. പക്ഷേ സോഴ്സ് ഫയലിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ പ്രസൻറ്റേഷനിൽ റിഫ്ലക്റ്റ് ആകില്ല. ഇനി ലിങ്ക് ചെയ്താൽ സോഴ്സ് ഫയലിലെ ചേഞ്ചസ് പ്രസൻറ്റേഷനിലെ ഗ്രാഫിൽ റിഫ്ലക്റ്റ് ആകുന്നതായിരിക്കും. നമുക്ക് എംബഡഡ് രീതിയിലും ലിങ്ക് രീതിയിലും ഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ദാ മുകളിലെ ഗ്രാഫ് എംബഡഡ് ആണ്, താഴത്തത് ലിങ്ക് ആണ്. ഇനി ഗ്രാഫിൻ്റെ ഡേറ്റ എഡിറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഡേറ്റ സെലക്ട് ചെയ്ത് നോക്കാം. എംബഡഡ് രീതിയിൽ ആഡ് ചെയ്ത ഗ്രാഫിൽ എഡിറ്റ് ഡേറ്റ കൊടുത്താൽ പ്രസൻറ്റേഷനിൽ തന്നെ ഒരു എക്സൽ വിൻഡോ ഓപ്പൺ ആകും. കണ്ടോ? ഇനി ലിങ്ക് ചെയ്ത ഗ്രാഫിൽ എഡിറ്റ് ഡേറ്റ കൊടുത്താൽ കണ്ടോ, സോഴ്സ് ഫയലായിരിക്കും ഓപ്പൺ ആകുക. ഏത് രീതിയിലാണ് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഡേറ്റയ്ക്ക് അനുസരിച്ച് തീരുമാനിക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്ന പ്രസൻറ്റേഷനിൽ സ്ക്രീനിൽ കാണിക്കാനുള്ള ഓപ്ഷൻസ് ആണ് സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നെങ്കിൽ മുകളിലെ സ്ലൈഡ് ഷോ ടാബിൽ ഓപ്ഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഈ ചെറിയ ഒരു ബട്ടൺ കണ്ടോ, അതിൽ പ്രസ് ചെയ്യാം. സ്ലൈഡ് ഷോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുള്ള സ്ലൈഡ് മുതലായിരിക്കും പ്രസന്റ് ആകുക. കണ്ടോ? ഒരു സ്ലൈഡിൽ നിന്നും അടുത്തതിലേക്ക് പോകാൻ ഡൗൺ ആരോ കീ അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് യൂസ് ചെയ്യാം. മുമ്പിലത്തെ സ്ലൈഡിലേക്ക് പോകാൻ അപ്പ് ആരോ കീ യൂസ് ചെയ്യാം. ആദ്യം മുതലുള്ള സ്ലൈഡ് ഷോ ചെയ്യാൻ സ്ലൈഡ് ഷോ ടാബിൽ ഫ്രം ബിഗിനിങ് സെലക്ട് ചെയ്യാം. കണ്ടോ? ആദ്യം മുതൽ പ്രസന്റ് ആകുന്നത്.
സ്ലൈഡ് ഷോസ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാനുള്ളൊരു മെത്തേഡാണ് ആനിമേഷൻസ് ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്ലൈഡ് കണ്ടോ? ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. പ്രസൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ഓരോന്നായി വന്നാൽ നല്ലതായിരിക്കില്ലേ? അത് അച്ചീവ് ചെയ്യാനുള്ള പവർ പോയിന്റ് ഫീച്ചറാണ് ആനിമേഷൻ. ആനിമേഷൻസ് വളരെ ഡീറ്റെയിൽ ടോപ്പിക്കാണ്. തൽക്കാലം ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയാം. ബാക്കി നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഷേപ്പ് അവിടെ തന്നെ കിടന്നോട്ടെ. പക്ഷേ ഈ യെല്ലോ ഷേപ്പ് പിന്നീട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് വരേണ്ടതെന്ന് കരുതുക. അതിനായി ആദ്യം യെല്ലോ ഷേപ്പ് സെലക്ട് ചെയ്യുക. ആനിമേഷൻ ടാബിൽ പോകുക. ഇവിടെ ഈ ആനിമേഷൻ സെക്ഷൻ കണ്ടോ? അവിടുന്ന് അപ്പിയർ സെലക്ട് ചെയ്യുക. അപ്പിയർ അല്ലാതെയും ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ആനിമേഷൻ പാൻ എന്നൊരു ഓപ്ഷൻസ് കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആനിമേഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇനി ആരോയ്ക്കും ഈ ബ്ലൂ ഷേപ്പിന് സെയിം ആനിമേഷൻ കൊടുക്കാം. 3 ആനിമേഷൻസും ആനിമേഷൻ പാനലിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് സ്ലൈഡ് ഷോ ചെയ്ത് നോക്കാം. കണ്ടോ? ഈ ഹെഡിങ് മാത്രമാണ് ഡിഫോൾട്ടായിട്ട് വന്നത്. ഇനി ഒരു ക്ലിക്ക് ചെയ്തപ്പോൾ യെല്ലോ ഷേപ്പ് വന്നു. അടുത്ത ക്ലിക്കിൽ ആരോ, അടുത്തതിൽ ബ്ലൂ ഷേപ്പ്. സ്ലൈഡ് ഷോ നടക്കുമ്പോൾ എസ്കേപ്പ് അടിച്ചാൽ നമുക്ക് തിരിച്ച് സ്ലൈഡ് എഡിറ്റിംഗ് മോഡിലേക്ക് പോകാൻ കഴിയും. ഇനി സപ്പോസ് ഒരു ഷേപ്പിന് ഒരു ആനിമേഷൻ ആഡ് ചെയ്തു. നമ്മൾ കൊടുത്തത് ഒരു എൻട്രി ആനിമേഷൻ ആണ്, അതായത് പ്രസൻറ്റേഷനിലേക്ക് ഒരു ഷേപ്പ് എങ്ങനെ വരണമെന്ന്. ഇനി നമുക്ക് അതേ ഷേപ്പിന് എംഫസൈസ് ആനിമേഷൻ, അതായത് വന്നു കഴിഞ്ഞ് ആ ഷേപ്പിനൊന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി ബ്ലിങ്കിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ എക്സിറ്റ് എങ്ങനെ ഡിസപ്പിയർ ആകണമെന്നുള്ള ആനിമേഷൻസും കൊടുക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ആരോയ്ക്ക് ഒരു എംഫസൈസ് ആനിമേഷൻ കൊടുക്കണം. എക്സ്ട്രാ ആനിമേഷൻ കൊടുക്കാൻ ഇവിടെ ആഡ് ആനിമേഷൻ ഓപ്ഷൻ കണ്ടോ? അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആകും. ഇതിൽ ഓരോ ടൈപ്പ് ആനിമേഷൻസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പൾസ് ആനിമേഷൻ കൊടുക്കാം ആരോയ്ക്ക്. ആനിമേഷൻ പാനൽ നോക്കി, ഒരു യെല്ലോ സ്റ്റാർ സൈഡിലുള്ള ആനിമേഷൻ ആഡായി. അത് എംഫസൈസ് ആനിമേഷൻ ആണ്, ബട്ട് അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഓർഡറിൽ ഏറ്റവും ലാസ്റ്റ് അത് വരുള്ളൂ. നമുക്ക് ആരോ അപ്പിയർ ആയതിനു ശേഷം ബ്ലൂ ഷേപ്പ് വരുന്നതിന് മുമ്പേ പൾസ് ചെയ്യിപ്പിക്കാൻ ഈ പൾസ് ആനിമേഷൻ ഡ്രാഗ് ചെയ്ത് ബ്ലൂ ഷേപ്പിൻ്റെ ആനിമേഷൻസ് മുകളിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ. ഇനി ഈ ബ്ലിങ്കിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരണോ, അത് മുമ്പുള്ള ആനിമേഷൻ്റെ കൂടെയോ അത് കഴിഞ്ഞോ ആണോ വരേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും വരിക. ഇനി നമുക്ക് ആ പൾസ് ആനിമേഷൻ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ആക്കുന്ന വിൻഡോയിൽ ആനിമേഷൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ കണ്ടോ, ഓൺ ക്ലിക്ക് വിത്ത് പ്രീവിയസ്, ആഫ്റ്റർ പ്രീവിയസ്. നമുക്ക് വിത്ത് പ്രീവിയസ് സെലക്ട് ചെയ്യാം. കണ്ടോ, ആരോ അപ്പിയർ ആയപ്പോൾ തന്നെ ബ്ലിങ്ക് ചെയ്തത്. ആഫ്റ്റർ പ്രീവിയസ് ഓപ്ഷൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഈ ആരോയ്ക്ക് ഒരു എക്സിറ്റ് ആനിമേഷൻ കൂടി ആഡ് ആനിമേഷൻ യൂസ് ചെയ്ത് കൊടുത്തു നോക്കാം. ഇത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആരോയുടെ എക്സിറ്റ് ആനിമേഷൻ വന്നു. അതിന് മുകളിൽ ബ്ലൂ ഷേപ്പിൽ എൻട്രി ആനിമേഷൻ ആണ്. ഇനി ബ്ലൂ ഷേപ്പ് വരുമ്പോൾ ആരോ ഡിസപ്പിയർ ആകാൻ ആരോയുടെ എക്സിറ്റ് ആനിമേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വിത്ത് പ്രീവിയസ് കൊടുക്കുക. കണ്ടോ, ബ്ലൂ ഷേപ്പ് വന്നപ്പോൾ ആരോ ഡിസപ്പിയർ ആയി. ആനിമേഷൻസ് നമുക്ക് സ്ലൈഡിൽ ആഡ് ചെയ്യുന്ന എല്ലാ ഐറ്റംസിനും ഇൻക്ലൂഡിംഗ് പിക്ചേഴ്സ്, വീഡിയോസ് കൊടുക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ ആനിമേഷൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡിഫോൾട്ടായിട്ട് സ്ലൈഡ് ഷോ ചെയ്ത് നോക്കിയാൽ പെട്ടെന്നായിരിക്കും അടുത്ത സ്ലൈഡ് വരുന്നത്. ഇനി സ്ലൈഡ് വരുന്നതിന് ഒരു സ്റ്റൈൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് സ്ലൈഡ് ട്രാൻസിഷൻ. അതിനായി സ്റ്റൈൽ കൊടുക്കേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്ത് മുകളിലെ ട്രാൻസിഷൻസ് ടാബിൽ പോകുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണുന്നില്ലേ? അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക. നമ്മൾ ഒരു സ്ലൈഡിൽ കൊടുക്കുന്ന അതേ ട്രാൻസിഷൻ സ്റ്റൈൽ എല്ലാ സ്ലൈഡിലും കൊടുക്കാൻ ഇവിടെ അപ്ലൈ ടു ഓൾ ഓപ്ഷൻസ് ഉണ്ട്. ഇനി സ്ലൈഡ് ഷോ ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടോ, സ്ലൈഡ് ട്രാൻസിഷൻ ചേഞ്ച് ആയത്. ട്രാൻസിഷൻ്റെ ഈ സെക്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെയും ഒരുപാട് ട്രാൻസിഷൻ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇനി പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിലോ മൊത്തം പ്രിപ്പയർ ചെയ്തിട്ടോ സേവ് ചെയ്യാൻ ഇവിടുത്തെ ഫയൽ ടാബിൽ പോകുക. ഇവിടെ ഒരു സേവ് ഓപ്ഷൻസ് ഉണ്ട്. താഴെ തന്നെ സേവ് ആസ് ഓപ്ഷൻസും ഉണ്ട്. പ്രസൻറ്റേഷനെ PDF ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ സേവ് ആസ് ഓപ്ഷൻ യൂസ് ചെയ്ത് പറ്റുന്നതാണ്. ഫയൽ ടാബിൽ പോകാതെ തന്നെ മുകളിൽ ഈ ഒരു ബട്ടൺ കണ്ടോ? ഇതാണ് സേവ് ബട്ടൺ. ഇത് യൂസ് ചെയ്തും സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പവർ പോയിന്റ് ട്യൂട്ടോറിയൽ സീരീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക. കൂടുതൽ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുക. വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്